ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്, ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് കോൺഗ്രുവൻ്റ് ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഓർക്കണ്ടോ അതെന്താണെന്നുള്ളത്? നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് ക്വാഡ്രിലാറ്റർ വരച്ചിട്ടുണ്ട്. ഇവിടെ PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്റർ, പിന്നെ അടുത്തത് ABDC എന്ന് പറയുന്ന വേറൊരു ക്വാഡ്രിലാറ്റർ. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതിന് രണ്ടിനും ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടും സെയിം സൈസും ആണ്, സെയിം ഷേപ്പും ആണ്, അല്ലേ? രണ്ടിനും സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്, അല്ലേ? അപ്പോൾ കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ഹാവ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. നമുക്കതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ, ഇഫ് ടു ഫിഗേഴ്സ് ആർ സെഡ് ടു ബി കോൺഗ്രുവൻ്റ്, ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതായിരുന്നു നമ്മുടെ ഡെഫിനിഷനിൽ പറയണേ. അതായത് നമുക്കിപ്പോൾ ഇവിടെ സൈഡ്സ് തന്നിരിക്കും. ഇവിടെ PQ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ AB ഈസ് ഓൾസോ 6. ദെൻ അടുത്തത് 7, QS 7 ആണ്. DB എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ CD എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. RS ഈസ് ഓൾസോ 5 സെൻറ്റിമീറ്റർ. ദെൻ PR എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. AC ഈസ് ഓൾസോ 4 സെൻറ്റിമീറ്റർ. ദെൻ ഇതിൻ്റെ ആംഗിളും കൂടി ഞാൻ കൊടുക്കുവാണ്, 70 ഡിഗ്രി. ഇവിടെ 70, ഇവിടെ വന്നത് 110 ഡിഗ്രി. ദെൻ ഇവിടെ 110 ഡിഗ്രിയും, ദെൻ ഇത് 70 ഡിഗ്രി. ദെൻ A എന്ന് പറയുന്ന ആംഗിൾ ഓൾസോ 70 ഡിഗ്രി. ദെൻ Q 70 ഡിഗ്രി. ദെൻ D എന്ന് പറയുന്നത് 110 ഡിഗ്രി. C എന്ന് പറയുന്നത് 110 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആണ്, അല്ലേ? PQ എന്ന് പറയുന്ന സൈഡിൻ്റെ ഈ ക്വാഡ്രിലാറ്ററിൽ PQ എന്ന് പറയുന്ന സൈഡ് തന്നെയാണ് ഇവിടെ AB എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ ആയിട്ട് വരുന്നത്, അല്ലേ? അതായത് കറസ്പോണ്ടിങ് സൈഡ്, PQൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് AB എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എല്ലാ കേസിലും. SQ ഈക്വൽ ടു DB ആണ്. അതുപോലെ തന്നെ RS ഈക്വൽ ടു CD ആണ്. PR ഈക്വൽ ടു AC ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രിലാറ്ററിൽ Pയുടെ കറസ്പോണ്ടിങ് ആംഗിളായിട്ട് വന്നത് A ആണ് അടുത്ത ഫിഗറിൽ. അപ്പോൾ രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലേ? വീണ്ടും നോക്കുമ്പോൾ ക്യൂനോട് കറസ്പോണ്ടിങ് ആംഗിളായിട്ട് അടുത്ത ഫിഗറിൽ വന്നെ B ആണ്. അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ Qവും ഈക്വൽ ആണ്. ആംഗിൾ Sഉം ആംഗിൾ Dയും ഈക്വൽ ആണ്. ആംഗിൾ Rഉം ആംഗിൾ Cയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടു ഫിഗേഴ്സ് ആർ സെഡ് ടു ബി കോൺഗ്രുവൻ്റ്. അപ്പോൾ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സിൻ്റെ ഡെഫിനിഷൻ കിട്ടിയില്ല. കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ദേ ഷുഡ് ഹാവ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. അതൊരു സിമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്, സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ് എന്നുള്ളത്. നമ്മുടെ ഡെഫിനിഷനിൽ പറയുമ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് 10th പഠിക്കാനുള്ള സിമിലറിനെ കുറിച്ചാണ്. രണ്ട് ഫിഗേഴ്സ് സിമിലർ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ സിമിലർ. രണ്ട് ഫിഗർ സിമിലർ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതിന് ഞാൻ രണ്ട് ക്വാഡ്രിലാറ്റർ വീണ്ടും വരയ്ക്കുവാണ്. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പേര് PQRS. ഓക്കെ, ദെൻ അടുത്തത് ABCD. ഓക്കെ, രണ്ട് ക്വാഡ്രിലാറ്റർ വരയ്ക്കുകയാണ്. ഇനി അതിൻ്റെ സൈസ് കൊടുക്കുകയാണ്. PS എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. ദെൻ
പി ക്യൂ എന്ന് പറയുന്നത് 3, പിന്നെ ക്യു ആർ എന്ന് പറയുന്നത് 5, ദെൻ എസ് ആർ എന്ന് പറയുന്നത് 6, ഇവിടെ ഡി സി 12, ദെൻ ഇവിടെ 6, ഇവിടെ 10, ഇവിടെ 4. ഓക്കെ, ഇത് 2 ക്വാഡ്രിലാറ്റർ ആണ് അല്ലേ? പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് സെയിം ഷേപ്പൊക്കെയാണ്, പക്ഷെ സൈസ് സെയിം അല്ല അല്ലേ? ഇതിനേക്കാളും കുറച്ച് വലിയ സൈസല്ലേ ഈ തന്നിരിക്കുന്ന ഫിഗറിന് അല്ലേ? പക്ഷെ ഇതിന് സെയിം ഷേപ്പാണ്, ഷേപ്പ് കറക്റ്റാണ് അല്ലേ? ഷേപ്പ് 2 കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ? ഇനി ഇതിൻ്റെ ആംഗിളും കൂടി മാർക്ക് ചെയ്യാം. 70 ഡിഗ്രി, 110 ഡിഗ്രി, ഇവിടെ 110 ഡിഗ്രി, 70 ഡിഗ്രി, ദെൻ ഇവിടെ 70 ഡിഗ്രി, 110 ഡിഗ്രി, 110 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 2ൻ്റെ ആംഗിൾസും അതുപോലെ തന്നെ 2 ഫിഗറിൻ്റെ സൈസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇതിന് സെയിം ഷേപ്പാണ്, പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ഫിഗേഴ്സിന് പറയണതാണ് സിമിലർ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫിഗർ സിമിലർ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം, ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് സെയിം ആയിരിക്കണം. അപ്പം ബട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കാം, കാരണം സൈസ് ഇതിനകത്ത് വ്യത്യാസമുണ്ട് അല്ലേ? സൈസ് ഡിഫറെൻറ്റും സെയിം ഷേപ്പും വന്നു കഴിഞ്ഞാൽ ആ 2 ഫിഗറും സിമിലർ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ ആദ്യം കോൺഗ്രുവൻ്റ് ഡെഫിനിഷൻ എഴുതിയായിരുന്നു. നമുക്ക് നോക്കാം കോൺഗ്രുവൻറ്റിൻ്റെ ഡെഫിനിഷൻ. കോൺഗ്രുവൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇഫ് two figures are said to be congruent if they should have same size and സെയിം ഷേപ്പ് അല്ലേ? ഇതാണ് ഡെഫിനിഷൻ പറയണത്. വേറൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്, എന്താ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? അതും കൂടി എഴുതി വയ്ക്കാം. കറസ്പോണ്ടിങ്, ഇതായിരിക്കും എളുപ്പം, മനസ്സിലാക്കാൻ എളുപ്പം. സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ and corresponding sides are also equal. ഓക്കെ, അപ്പോൾ കോൺഗ്രുവൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഇനി അടുത്ത സിമിലറിൻ്റെ അപ്പം എന്ത് വരും? സിമിലർ എന്ന് പറയുമ്പോൾ they should have എന്തായിരുന്നു? സെയിം ഷേപ്പ് അല്ലേ? സെയിം ഷേപ്പ്. അതായത് വേറൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് പറയാം. ഇതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഇവിടെ നമുക്ക് സിമിലർ ഫിഗേഴ്സിന് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുമോ? ഇല്ല. പക്ഷെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ പിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത്. അത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ എസ് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് ആംഗിൾ ഡി, അത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ആർ എന്ന് പറയുന്ന ആംഗിൾ 110 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന അടുത്ത ഫിഗറിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളാണ് സി, അതും 110 ഡിഗ്രിയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ പി ക്യു ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത പിക്ചറിലെ ഏതാണ് സൈഡ്, എ ബി ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് പി ക്യു ബൈ എ ബി, പി ക്യു ബൈ
എ ബി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിമിലർ ഫിഗേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ രണ്ട് ഫിഗേഴ്സ് സിമിലർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് അല്ലേ, സെയിം ഷേപ്പ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെയും എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെയും ഷേപ്പ് സെയിം ആണ്. അതുകൊണ്ട് ഈ രണ്ട് ഫിഗേഴ്സും സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷനും കൂടി എഴുതാനുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് നോക്കിക്കേ. കറസ്പോണ്ടിങ് സൈഡ്സ് ഇവിടെ പി ക്യു എന്ന് പറയുന്ന ക്വാഡ്രിലാറ്റർ, ഇവിടെ ഒരു ക്വാഡ്രിലാറ്റർ ആണ്. പി ക്യു എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ അടുത്ത ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാ, എ ബി ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമുക്ക് നോക്കാം. പി ക്യു ബൈ എ ബി, പി ക്യു ബൈ എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണേ, 3/6 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലേ. 3 വെച്ച് രണ്ടും കട്ട് ചെയ്ത് കളയാം. ദെൻ അടുത്തത് നോക്കാം. അടുത്തത് വരുമ്പോൾ ആർ ക്യു എന്ന് പറയുന്നത്, ആർ ക്യുവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫിഗറിലുള്ളത് സി ബി അല്ലേ. ആർ ക്യു 5 ആണ്, 5/10 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ദെൻ അടുത്തത് എസ് ആർ ഡിവൈഡഡ് ബൈ ഡി സി അല്ലേ. അപ്പോൾ 6/12 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ദെൻ അടുത്തത് എസ് പി ഡിവൈഡഡ് ബൈ ഡി എ അല്ലെങ്കിൽ എ ഡി which is equal to 2/4 which is equal to 1/2 അല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, സെയിം ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ എന്നും കൂടി പറയാം. അപ്പം നമുക്ക് സിമിലർ ആവാനുള്ള കണ്ടീഷനിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ എ ആണ്, ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ സി ആണ്, ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ എസ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതാം. എന്ത്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, corresponding angles are equal and corresponding sides are നമ്മളിപ്പോൾ നോക്കിയത് സിമിലർ ആവാനുള്ള കണ്ടീഷനാണ്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അങ്ങനെയാണ് ഈ രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണെന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം സിമിലർ ഫിഗേഴ്സിന്. രണ്ട് സർക്കിൾ വരയ്ക്കുവാണ്. ഇത് ഫസ്റ്റ് സർക്കിൾ, ദെൻ ഇത് സെക്കൻഡ് സർക്കിൾ. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്, അടുത്തതിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടിനും സെയിം സൈസും ആണ്, സെയിം ഷേപ്പും ആണ്. അപ്പോൾ ഇതെന്ത് സർക്കിളായിരിക്കും, ഇത് കോൺഗ്രൻറ്റിന് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പാടില്ലേ അല്ലേ. അതുപോലെ തന്നെ ഇത് സിമിലർ അല്ലേ, ഈ ഫിഗർ രണ്ടും സിമിലർ അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ, കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ആംഗിൾ ടോട്ടൽ 360 ഡിഗ്രിയാണ് അല്ലേ. കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡ്സ് സർക്കിളായിട്ടാണ് വരുന്നത് അല്ലേ. ഇതിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്, അടുത്തതിൻ്റെയും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ദേ ഷുഡ് ഹാവ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. അപ്പോൾ നമുക്ക് 1 ഈസ് കോൺഗ്രൻറ്റ് ടു 2 എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ 1 ഈസ് സിമിലർ ടു 2 എന്നും പറയാം. ഇനി അടുത്തൊരു പിക്ചർ എടുക്കുവാണേ. അടുത്തൊരു സർക്കിൾ ഞാൻ വരച്ചു, തേർഡ് സർക്കിള്. ഇതിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് സെയിം ആണ്, പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇത് 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും അടുത്തത് തേർഡ് 1 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളുമാണ്. അപ്പോൾ ദേ ഷുഡ് ഹാവ് സെയിം സൈസ് ആണെന്ന് പറയാൻ പറ്റില്ല, സെയിം ഷേപ്പ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ ഈ രണ്ടെണ്ണം നമുക്ക് സിമിലർ ആണെന്ന് പറയാം. സിമിലർ ആണെങ്കിൽ എന്താ കണ്ടീഷൻ, ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് സെയിം ആയാൽ മാത്രം മതി. അപ്പോൾ സിമിലാരിറ്റിക്ക് സർക്കിളെല്ലാം ഒരു എക്സാമ്പിളായിട്ട് കിട്ടും അല്ലേ. ഓൾ സർക്കിൾസ് ആർ സിമിലർ. ഓക്കെ, അപ്പോൾ സിമിലറിനുള്ള ഒരു എക്സാമ്പിളാണ് ഓൾ സർക്കിൾസ് ആർ സിമിലർ. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ നമുക്ക്
ഫിഗർ 1 ഈസ് കോൺഗ്രുവൻറ്റ് ഡിനോട്ട് ചെയ്യണ ഇങ്ങനെയാണ് കോൺഗ്രുവൻറ്റ് ടു സെക്കൻഡ് ഫിഗർ. ഓക്കെ, അതുപോലെ തന്നെ 1 ഈസ് സിമിലർ ടു തേർഡ് ആണ് അല്ലേ, 2 ഈസ് സിമിലർ ടു തേർഡ് ഫിഗർ അല്ലേ. സിമിലർ ആണ്, ഈ രണ്ട് സർക്കിൾസും സിമിലർ ആണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ, എല്ലാ സർക്കിൾസും കോൺഗ്രുവൻ്റ് അല്ല, പക്ഷെ എല്ലാ സർക്കിൾസും എന്താ സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്ന കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് എല്ലാം സിമിലർ ആയിരിക്കും, ബട്ട് സിമിലർ ഫിഗേഴ്സ് എല്ലാം കോൺഗ്രുവൻ്റ് ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്, എല്ലാ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് സിമിലർ ആയിരിക്കും, പക്ഷേ സിമിലർ ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആണെന്ന് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എടുത്ത് നോക്കാം. അടുത്ത എക്സാമ്പിൾ സ്ക്വയർ എടുക്കാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് സ്ക്വയർ എടുക്കാം. രണ്ട് സ്ക്വയർ എടുക്കുകയാണ് ഇവിടെ. ABCD സ്ക്വയറിൻ്റെ പ്രത്യേകത അറിയാലോ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. ഇപ്പോൾ AB 2 ആണെങ്കിൽ CB 2 ആയിരിക്കും, DC 2 ആയിരിക്കും, AD 2 ആയിരിക്കും അല്ലേ. അടുത്തൊരു സ്ക്വയർ എടുക്കുവാണ്, 4 സെൻറ്റിമീറ്റർ, 4 4 4 PQRS. ഓക്കെ, അപ്പം രണ്ട് സ്ക്വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്വയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് സെയിം ഷേപ്പാണ്, പക്ഷേ എന്താണ് സൈസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഗ്രിയും കൂടി, ഇതൊക്കെ സ്ക്വയറിൻ്റെ ഡിഗ്രി എത്ര, 90 ഡിഗ്രി ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ 90 ഡിഗ്രി, ഓൾ സൈഡ്സ് ആർ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് കോൺഗ്രുവൻ്റ് ആണോ എന്ന് ഫസ്റ്റ് നോക്കാം. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ സെയിം ഷേപ്പും സെയിം സൈസും വരണം. സെയിം ഷേപ്പാണ് ഇതിന്, പക്ഷെ സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് അല്ല അല്ലേ, സ്ക്വയർ കോൺഗ്രുവൻ്റ് അല്ല എന്ന് മനസ്സിലായി. ഇനി ഈ രണ്ട് സ്ക്വയേഴ്സും കോൺഗ്രുവൻ്റ് അല്ല. ഇനി സിമിലർ ആണോ എന്ന് നോക്കിയേ. സിമിലർ ആണോ എന്നുള്ള കണ്ടീഷൻ എന്താ, സെയിം ഷേപ്പ് വന്നാൽ മതി അല്ലേ. സെയിം ഷേപ്പ്, അതായത് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ പിന്നോട് ഈക്വൽ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പറയുന്നുണ്ട്, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആണെന്ന് നോക്കിക്കേ. AB by PQ, AB by PQ എന്ന് പറയുന്നത് എന്താ, 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ദെൻ അതേപോലെ തന്നെ QR എന്താ, QR 4 ആണ്. അപ്പോൾ BC by QR ഈക്വൽ ടു വീണ്ടും നമുക്ക് കിട്ടുന്നത് 2/4 ആണ്, അതും 1/2. അതുപോലെ ഈ 4 സൈഡിൻ്റെയും റേഷ്യോ നമുക്ക് എന്തായി കിട്ടി, സെയിം ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ക്വയേഴ്സ് ആർ സിമിലർ എന്ന് പറയാം. അപ്പോൾ ഇതും ഒരു എക്സാമ്പിളാണ്. സിമിലർ ഫിഗറിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം, ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ സിമിലർ ഫിഗേഴ്സിന് രണ്ട് എക്സാമ്പിൾ വരും. അപ്പം നമ്മൾ രണ്ട് എക്സാമ്പിൾ കണ്ടു. ഫസ്റ്റ് കണ്ടത് ഏതാ, ഓൾ സർക്കിൾസ് ആർ സിമിലർ ആൻഡ് ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സിമിലർ ഫിഗേഴ്സിനുള്ള തേർഡ് എക്സാമ്പിളാണ്. രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തേത്, ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അതെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, 3 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ. 3 വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇത് സിമിലർ ആണോ എന്ന്. കോൺഗ്രുവൻ്റ് ആണോ, കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ഷുഡ് ഹാവ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. സെയിം സൈസ് ആണോ, അല്ല. കാരണം എ ബിയുടെ സൈസ് ഇവിടെ 3 ആണ്, ഇവിടെ ML എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിൻ്റെ സൈസ് എത്രയാണ്, 2.5. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് അല്ല. ഇനി സിമിലർ ആണോ, സിമിലർ എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ഹാവ് സെയിം ഷേപ്പ് അല്ലേ. സെയിം ഷേപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വെച്ച് ഒന്ന് നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കിക്കേ. ആംഗിൾസ് കറസ്പോണ്ടിങ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൻ്റെയും സെക്കൻഡ് ഫിഗറിൻ്റെയും ആംഗിൾ രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ്
ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ്സ് ഇപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡും അടുത്ത ഫിഗറിൻ്റെ സൈഡ് ഏതാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ എം ആണ് അല്ലേ. ബി സി ബൈ എൽ എം വിച്ച് ഈസ് ഈക്വൽ ടു 3/2.5 അല്ലേ. അടുത്തത് എന്ത് വരും? എ സി ബൈ എം, ഇവിടെ നമുക്ക് പേര് മാറ്റി കൊടുക്കാം, എം ഒ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എം എൽ എന്നല്ല എടുത്തിരിക്കുന്നത്, ഇവിടെ ഒ കൊടുക്കാം. ഓക്കെ, എം ഒ, നമുക്ക് എം ഒ ഈക്വൽ ടു 3/2.5. അടുത്തത് എങ്ങനെ തന്നെയായിരിക്കും? എ ബി ബൈ ഒ എൽ വിച്ച് ഈസ് ഈക്വൽ ടു 3/2.5. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും റേഷ്യോ സെയിം ആയിട്ട് കിട്ടി. അപ്പം നമ്മുടെ സിമിലറിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ് ഇതിനകത്ത്, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോയുമാണ്. അപ്പം നമുക്ക് പറയാം എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും എന്താണ്? സിമിലർ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അത് എഴുതാം. ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ അല്ലേ. അപ്പോൾ സിമിലറിന് നമ്മൾ 3 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? ഫസ്റ്റ് വൺ, ഓൾ സർക്കിൾസ് ആർ സിമിലർ. ദെൻ സെക്കൻഡ് വൺ, ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ. ദെൻ തേർഡ് വൺ, ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഓക്കെ, അപ്പോൾ 3 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കിയത് കോൺഗ്രുവൻ്റ് ആവാനുള്ള കണ്ടീഷനായിരുന്നു. കോൺഗ്രുവൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസും സൈഡ്സും ഈക്വൽ ആവണം. രണ്ടാമത്തെ കേസ് സിമിലർ ആവാനുള്ള കണ്ടീഷൻ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. ഈ 2 കാര്യങ്ങളും ഓർത്തിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 1 ആണ്. ചാപ്റ്റർ ട്രയാങ്കിൾസിലെ എക്സാമ്പിൾ 1. ഇഫ് എ ലൈൻ ഇൻ്റർസെക്ട്സ് സൈഡ്സ് എ ബി ആൻഡ് എ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി അറ്റ് ഡി ആൻഡ് ഇ റെസ്പെക്റ്റീവ്ലി ആൻഡ് ഈസ് പാരലൽ ടു ബി സി, പ്രൂവ് ദാറ്റ് എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിൾ, അതാണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി അതാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എ ബി എ സി എന്ന് പറയുന്ന 2 സൈഡ് ഉണ്ട് അല്ലേ. എ ബി എ സി ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഡി ഇ അല്ലേ. എ ബിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഡിയിലും എ സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇയിലും ആണ്. ഓക്കെ, ഈസ് പാരലൽ ടു ബി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഡി ഇ എന്തിനോട് പാരലാണ്? ബി സിനോട് പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ ഡി ബൈ എ ബി, എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരലൽ ആന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏത് തിയറമാണ് യൂസ് ചെയ്യണത്? ബി പി ടി ആണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ് യൂസ് ചെയ്യണത്. ഏത് കേസിലാണ്? പാരലാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് പാരലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പാരലൽ ടു ബി സി ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പ്രൂവ് ചെയ്യണേന്ന്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. തന്നിരിക്കുന്നത് എന്താ? ഇവിടെ ഡി ഈസ് പാരലൽ ടു ബി സി എന്നാണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ. അപ്പം നമുക്ക് എഴുതാം ഗിവൺ ദാറ്റ് ഡി ഈസ് പാരലൽ ടു ബി സി. ഡി ഇ ബി സിക്ക് പാരലൽ ആണ്. ഓക്കെ, ഇങ്ങനെ ഡി ഇ ബി സിക്ക് പാരലൽ ആണ് എങ്കിൽ, പാരലൽ ആണെങ്കിൽ ഞാൻ ഏത് തിയറി യൂസ് ചെയ്യാനാണ് പറഞ്ഞത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പോൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇൻ്റർസെക്ട് the other 2 sides in a distinct points, the other 2 sides are divided in the same ratio. പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന വേറൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 2 സൈഡിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 2 സൈഡ് എന്ന് പറയുന്നത്. എ ബിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഡിയും
എ സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. ഈ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സെയിം റേഷ്യോ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതാലോ, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് എഴുതാം. അതാണ് നമ്മുടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൽ പറയുന്നത്. അപ്പം നമ്മളിവിടെ നമുക്ക് ഏത് തിയറാണെന്നുള്ളതൊക്കെ സൂചിപ്പിക്കണം. അപ്പോൾ ബൈ ബി പി ടി എന്ന് എഴുതുവാണ് ഞാനിവിടെ, ബൈ ബി പി ടി, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ. കാരണം ചില കേസിൽ ബി പി ടിയുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടിയും വേണം, എന്നാലാണ് നമുക്ക് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ബി പി ടി എന്തെഴുതാം നമുക്ക്, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് കൊടുക്കാം അല്ലേ. ബൈ ബി പി ടി എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതല്ല പ്രൂവ് ചെയ്യേണ്ടത്, എ ഡി ബൈ എ ബി വരണം അല്ലേ. എ ഡി ബൈ എ ബി ആണ് നമുക്ക് വരേണ്ടത്. അപ്പം ഇനിയും ചെയ്യാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ ഫസ്റ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാൻ പോവുകയാണ് ഞാൻ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട് മാറും അല്ലേ. ഡി ബി ബൈ എ ഡി ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡിൽ മാത്രം പോരാ റൈറ്റ് സൈഡിലും എടുക്കണേ, ഇ സി ബൈ എ ഇ. ഓക്കെ, ഇനി ഇങ്ങനെ റെസിപ്രോക്കൽ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിവിടെ എ ബി ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ എ ബി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റെസിപ്രോക്കൽ എടുത്തെങ്കിലും ലാസ്റ്റ് തിരിച്ച് സാധാരണ രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് 1 ആഡ് ചെയ്യണം. ആഡിങ് ബോത്ത് സൈഡ്സ് 1, ആഡിങ് ബോത്ത് സൈഡ്സ് 1 ആഡ് ചെയ്യാണ്. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യണം. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുമ്പോൾ ഡി ബി ബൈ എ ഡി പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇ സി ബൈ എ ഇ പ്ലസ് 1 എന്ന് വരും അല്ലേ. ഇനി അടുത്തതിന് ക്രോസ് ചെയ്യാലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. എ ഡി ബൈ എ ഡിനെ നമുക്ക് 1 ഇൻറ്റു എ ഡി എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഡി ബി പ്ലസ് എ ഡി ഓൾ ഡിവൈഡഡ് ബൈ എ ഡി എന്ന് കിട്ടും. നമുക്കിവിടെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡി ബി പ്ലസ് എ ഡി ഡിവൈഡഡ് ബൈ എ ഡി വിച്ച് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിലും ക്രോസ് ചെയ്യണം. അപ്പോൾ ഇ സി പ്ലസ് എ ഇ ഓൾ ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ ഡി ബി പ്ലസ് എ ഡി എന്താണെന്ന് നോക്കാം. ഡി ബി പ്ലസ് എ ഡി എന്ന് പറഞ്ഞ് ഈ വലിയ സൈഡല്ലേ, എ ബി അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എ ബി എന്ന് കൊടുക്കാം, എ ബി ബൈ എ ഡി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇ സി പ്ലസ് എ ഇ, ഇ സി പ്ലസ് എ ഇ ഏതാണ്, എ സി കിട്ടി അല്ലേ, എ സി ഡിവൈഡഡ് ബൈ എ ഇ. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ ഡി ബൈ എ ബി ആണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എ ബി ബൈ എ ഡി ആണ്. ഇതിനൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് എന്താ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താണ് ചെയ്തത് അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് ലാസ്റ്റ് വന്നപ്പോൾ അതിനെ വീണ്ടും നമുക്ക് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ദെർഫോർ എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ 2 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ബി സി ഡി ഈസ് എ ട്രപ്പീസിയം വിത്ത് എ ബി പാരലൽ ടു ഡി സി. ഇ ആൻഡ് എഫ് ആർ പോയിന്റ്സ് ഓൺ നോൺ പാരലൽ സൈഡ്സ് എ ഡി ആൻഡ് ബി സി റെസ്പെക്റ്റീവ്ലി such that EF is parallel to AB. Show that AE by ED equal to BF by FC. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം ആണ്. വിത്ത് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ഒരു 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഉണ്ടാവും അല്ലേ, പിന്നെ നോൺ പാരലൽ സൈഡ്സും ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് എ ബി പാരലൽ ടു ഡി സി. എ ബിയും ഡി സിയും പാരലലാണ്, പാരലൽ സൈഡ്സ് ആണ്. ഇനി E and F are the points on non-parallel sides AD and BC. Non-parallel sides എന്ന് പറയുന്നത് ഏതാ, എ ഡിയും ബി സിയും ആണ്. ഇതിൽ 2 പോയിന്റ്സ് ആണ് ഇയും എഫ് എന്നും പറയുന്നത്. എ ഡിയിലെ പോയിന്റ് ഇ, ബി സിയിലെ പോയിന്റ് എഫ്. ഓക്കെ,
ഇനി സച്ച് ദാറ്റ് ഇ എഫ് ഈസ് പാരലൽ ടു എ ബി. ഇ എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ വന്ന ഒരു ലൈനാണ്, അത് പാരലാണ് ഇതിനോട്, എ ബിക്ക് പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത് എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു ബി എഫ് ബൈ എഫ് സി. പാരലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത് ഏത് തിയറാ? ബി പി ടി ആണ് അല്ലേ, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്യാൻ നമുക്ക് ട്രയാങ്കിൾ വേണം അല്ലേ. ട്രയാങ്കിളിൻ്റെ കേസിലാണ് നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഞാനിവിടെ ഇതിൽ നിന്നൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുവാണ്. ഈ എയും സിയും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടും, 2 ട്രയാങ്കിൾ കിട്ടും അല്ലേ. അപ്പം നമുക്കത് എഴുതാം. ലെറ്റ് us join AC to intersect ഈ എ സി എന്ന് പറഞ്ഞ ലൈൻ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് അറ്റ് ഇ എഫ് അല്ലേ. ഇൻ്റർസെക്റ്റ് ഇ എഫ് എന്ന് പറഞ്ഞ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ പോയിന്റിന് ഞാൻ ജി എന്ന് പേര് കൊടുക്കുവാണ്, ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന്. അപ്പോൾ ലെറ്റ് us join AC to intersect EF അറ്റ് ജി അല്ലേ. ജി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പറഞ്ഞിട്ടുള്ളത് എ ബി ഈസ് പാരലൽ ടു ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി ഈസ് പാരലൽ ടു ഡി സി. ആൻഡ് ഇനി ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇ എഫ് ഈസ് പാരലൽ ടു എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇ എഫ് ഈസ് പാരലൽ ടു എ ബി. ഇത് 2 കാര്യങ്ങളും തന്നിരിക്കുന്നതാണ് അല്ലേ. ഇ എഫ് പാരലൽ ടു എ ബിയും എ ബി പാരലൽ ടു ഡി സി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, ഗിവൺ എഴുതാം, അതല്ലെങ്കിൽ ഗിവൺ ദാറ്റ് എന്നും പറഞ്ഞ് ഇത് എഴുതിയാലും മതി. ഓക്കെ, ഇനി ഇവിടെ എ ബി പാരലൽ ടു ഡി സി ആണ്, അതുപോലെ തന്നെ ഇ എഫ് ഈസ് പാരലൽ ടു എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇ എഫ് പാരലൽ ടു ഡി സി എന്നും കൂടി കൊടുക്കാമല്ലോ. അതായത് 2 പാരലൽ ലൈൻസിനകത്ത് ഉള്ള പാരലൽ ലൈന് പാരലായിരിക്കും അല്ലേ. ഇത് എ ബി പാരലൽ ടു ഇ എഫ് ആണ്, അതുപോലെ തന്നെ എ ബി പാരലൽ ടു ഡി സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇ എഫ് ഈസ് പാരലൽ ടു ഡി സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളത് എഴുതുവാണ്. സോ ഇ എഫ് പാരലൽ ടു ഡി സി, ബ്രാക്കറ്റിൽ എന്താണ് റീസൺ എന്നുള്ളതും കൂടി എഴുതണം കേട്ടോ. ലൈൻസ് പാരലൽ ടു the same line are parallel to each other. പറഞ്ഞിരിക്കുന്നത് പാരലായ ലൈൻസിന് സെയിം ആയിട്ടുള്ളത് ലൈൻ പാരലൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. പാരലൽ ലൈൻസിന് ഉള്ളിലുള്ള ഒരു ലൈൻ എന്തായിട്ട് വരും? പാരലായിട്ടേ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇത് ബി പി ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം 2 ട്രയാങ്കിൾ വേണം. അപ്പോൾ ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ട്രയാങ്കിളിൻ്റെ പേര് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എ ഡി സി എന്ന് പറയുന്നതും പിന്നെ അടുത്ത ഏതാ? എ ബി സി അല്ലേ. 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ എ ഡി സി എടുക്കാം. ഇതാണ് ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ എ ഡി സിയിൽ ഈ ഇ ജി പാരലൽ ടു ഡി സി ആണ് അല്ലേ. ഓൾറെഡി ഇ എഫ് പാരലൽ ടു ഡി സി എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇ എഫ് ഈസ് പാരലൽ ടു ഡി സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഈ ഇ ജി പാരലൽ ടു ഡി സി ആണെന്നറിയാലോ. ഓക്കെ, അപ്പം നമുക്ക് അത് എഴുതാം. ഇൻ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത് ഇതാണ്. പിക്ചർ എപ്പോഴും കയ്യിൽ വേണേ. ഇൻ ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ഡി സിയിൽ നമുക്കറിയാം ഇ ജി പാരലൽ ടു ഡി സി ആണ്. കാരണം എന്താ? ഇ എഫ് പാരലൽ ടു ഡി സി ആയതുകൊണ്ട് ഇ ജി പാരലൽ ടു ഡി സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. ഇൻ എ ഡി സി ഇ ജി പാരലൽ ടു ഡി സി അല്ലേ. ഇ ജി പാരലൽ ടു ഡി സി ബ്രാക്കറ്റിൽ എന്താണ്
അതിൻ്റെ റീസൺ എന്ന് എഴുതണം. എന്താണ്? ഇ എഫ് പാരലൽ ടു ഡി സി ആണ് അല്ലേ? ഇ എഫ് പാരലൽ ടു ഡി സി. ഇനി പാരലൽ ആണെങ്കിൽ നമുക്ക് അറിയാം ബൈ ബി പി ടി അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ റേഷ്യോ, അതായത് എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു എ ജി ബൈ ജി സി എന്ന് കൊടുക്കാം അല്ലേ? നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൽ കണ്ടിട്ടുണ്ട്, രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള രണ്ട് പാരലാണ് ലൈനെങ്കിൽ നമുക്കിങ്ങനെ റേഷ്യോ ഈക്വൽ ആണെന്നും പറഞ്ഞ് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബൈ ബി പി ടി എന്ന് കൊടുക്കുന്നത്. ബൈ ബി പി ടി എങ്ങനെ എഴുതാം? എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു എ ജി ബൈ ജി സി. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് ഇതാണ് കിട്ടുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി സിമിലർലി ഇതുപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ ഏതാണ് നമ്മൾ എടുക്കുന്നത്? ഈ ട്രയാങ്കിൾ എടുക്കാം അല്ലേ? സി എ ബി അല്ലേ? സി എ ബി. ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്ക് പറയാം ജി എഫ് പാരലൽ ടു എ ബി ആണ് അല്ലേ? ജി എഫ് എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആണ്. കാരണം എന്താ? ഇ എഫ് പാരലൽ ടു എ ബി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജി എഫ് പാരലൽ ടു എ ബി ആണ്. അങ്ങനെ ജി എഫ് പാരലൽ ടു എ ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സി ജി ബൈ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. സി ജി ബൈ ജി എ ഈക്വൽ ടു, സി ജി ബൈ ജി എനെ നമുക്ക് എ ജി എന്നും കൂടി എഴുതാം കേട്ടോ. സി ജി ബൈ എ ജി ഈക്വൽ ടു സി എഫ് ബൈ ബി എഫ് എന്ന് എഴുതാം. ഓക്കെ, സി ജി ബൈ എ ജി ഈക്വൽ ടു സി എഫ് ബൈ ബി എഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഇവിടെ തൊട്ട് മുമ്പിൽ കിട്ടിയിരിക്കുന്നത് എ ജി ബൈ ജി സി എന്നാണ് അല്ല, ഇവിടെ സി ജി ബൈ എ ജി എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് തിരിച്ചിടുവാണേ. എ ജി ബൈ സി ജി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെയാവും? അപ്പോൾ റൈറ്റ് സൈഡിലും തിരിയൂലോ, ബി എഫ് ബൈ സി എഫ് എന്ന് വരും അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. ഇനി നോക്കിയാൽ ഫ്രം 1 and 2 നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എ ജി ബൈ ജി സി എന്ന് പറയുന്നത് എ ഇ ബൈ ഇ ഡി ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എ ജി ബൈ സി ജി എന്ന് പറയുന്നത് ബി എഫ് ബൈ സി എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. എ ജി ബൈ ജി സി ആണ് രണ്ടും തന്നിരിക്കുന്നത്. അപ്പോൾ ദെയർഫോർ ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു ബി എഫ് ബൈ സി എഫ് എന്ന് കൊടുക്കാം അല്ലേ? എഫ് സിന്നോ സി എഫ് എന്ന് കൊടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു ബി എഫ് ബൈ എഫ് സി എന്നാണ് അല്ലേ? ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഈ സി എഫിന് തന്നെ നമുക്ക് എഫ് സി എന്നും കൂടി എഴുതാമല്ലോ. which is equal to AE by ED equal to BF by FC എന്ന് കൊടുത്തു. ഓക്കെ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. therefore എന്ന് എടുത്തു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്തത് നമുക്ക് എക്സാമ്പിൾ 3 നോക്കാം. ഇൻ ഫിഗർ 6.16 എന്ന് പറഞ്ഞ ഫിഗർ ഇതാണ്. ഒരു ട്രയാങ്കിൾ PS by SQ equal to PT by TR and angle PST equal to angle PRQ. Prove that PQR is an isosceles triangle. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ PS by SQ equal to PT by TR, അതായത് റേഷ്യോ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? PS by SQ equal to PT by TR എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ PST എന്ന് പറയുന്ന ആംഗിളും PRQ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പ്രൂവ് ദാറ്റ് PQR ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൽ നിന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ PQ എന്ന് പറയണതും ഈ PR എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും.
അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 sides ആർ ഈക്വൽ. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ക്യു ഈക്വൽ ടു പി ആർ അല്ലേ. 2 സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്, ഐസോസിലസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യം എഴുതാം. തന്നിരിക്കുന്ന റേഷ്യോ ഈക്വൽ ആണെന്നാണ് അല്ലേ. ഗിവൺ ദാറ്റ് എന്താണ്, പി എസ് ബൈ എസ് ക്യു ഈക്വൽ ടു പി ടി ബൈ ടി ആർ. ഇനി നമുക്ക് റേഷ്യോ ഈക്വൽ ആണെന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോൺവേഴ്സ് ഓഫ് ബി പി ടി ആണ്. അതായത് ബി പി ടിയുടെ കോൺവേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ച് അല്ലാണ്ട് ഇതിനു മുമ്പുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടു പാരലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബി പി ടി യൂസ് ചെയ്യും. ഇവിടെ റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കോൺവേഴ്സ് ഓഫ് ബി പി ടി യൂസ് ചെയ്യും. അപ്പോൾ കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്താ പറയണതെന്ന് അറിഞ്ഞിരിക്കണം. കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്തായിരുന്നു, തിയറം എന്തായിരുന്നു, ഇഫ് എ ലൈൻ ഡിവൈഡ്സ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ then the line is parallel to the third side. അതായത് ഒരു ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ എനി 2 sides എന്ന് പറയുക ഏതെങ്കിലും 2 sides ഡിവൈഡ് ചെയ്യുകയാണ്, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ, അതായത് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ആ ലൈൻ എന്തിനോട് പാരലാണ്, പാരലൽ ടു ദ തേർഡ് സൈഡ്. അപ്പോൾ ഈ ലൈനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണേ അല്ല, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പി എസ് ബൈ എസ് ക്യു ഈക്വൽ ടു പി ടി ബൈ ടി ആർ എന്ന് പറഞ്ഞാൽ സെയിം റേഷ്യോ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എസ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് ടി എന്തിനോട് പാരലായിരിക്കും, പാരലൽ ടു തേർഡ് സൈഡ് ഏതാ, ക്യു ആർ. അപ്പോൾ എസ് ടി ഈസ് പാരലൽ ടു ക്യു ആർ എന്ന് പറയാലോ, ബൈ എന്തനുസരിച്ച്, ബൈ ബി പി ടി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം. given that PS by SQ equal to PT by TR. ഓക്കെ, അപ്പോൾ റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദർഫോർ നമുക്ക് എഴുതാം ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി. കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്താന്ന് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം കേട്ടോ. ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്തെഴുതാം, എസ് ടി ഈസ് പാരലൽ ടു ക്യു ആർ എന്ന് കൊടുക്കാം അല്ലേ, എസ് ടി പാരലൽ ടു ക്യു ആർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാ, പി ക്യു ആറിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ, പി ക്യു ആറും പി എസ് ടി നോക്കിക്കേ, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ് അല്ലേ. പി എസ് ടി ഈക്വൽ ടു പി ക്യു ആർ. ഓക്കെ, നമുക്കത് എഴുതാം. ആംഗിൾ പി എസ് ടി ഈക്വൽ ടു, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നേരത്തെ. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ, പി എസ് ടിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് പി ക്യു ആർ. ആംഗിൾ പി എസ് ടി ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ. ഇനി ബ്രാക്കറ്റിൽ അതിൻ്റെ കാരണം കൂടി എഴുതാം, എന്തായിരുന്നു, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ പി എസ് ടി ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം, ആംഗിൾ പി എസ് ടി ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ. അപ്പം നമുക്ക് തോന്നും ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ പി എസ് ടി, ആംഗിൾ പി എസ് ടി ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ ആണെന്ന് പറഞ്ഞു. അതുപോലെ പി ടി എസ് ഈക്വൽ ടു ആംഗിൾ പി ടി എസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ ആണ്. അത് എഴുതാത്തത് നമുക്ക് ഈ പി എസ് ടി മാത്രം മതി അല്ലേ, കാരണം ഓൾറെഡി നമുക്ക് ഇവിടെ ആംഗിൾ പി എസ് ടി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ പി എസ് ടി ഈക്വൽ ടു എന്നും പറഞ്ഞ് ആംഗിൾ പി ആർ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കറസ്പോണ്ടിങ് ആംഗിൾ എഴുതിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആംഗിൾ പി എസ് ടി ഈക്വൽ ടു, അപ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആയി, അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാലോ. ദർഫോർ ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ എന്ന് കിട്ടും അല്ലേ, എവിടെ നിന്ന്, ഈ രണ്ട് കാര്യത്തിൽ നിന്നും അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് നോക്കാം, ഇത് രണ്ടാമത്തെ കൊടുക്കാം, ഫ്രം 1 and 2 എന്ന് കൊടുക്കാം ബ്രാക്കറ്റിൽ, ഫ്രം 1 and 2 അല്ലേ. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എഴുതാമല്ലോ, ലെഫ്റ്റ് സൈഡ് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡ് ഓൾറെഡി ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അല്ലേ. ഇനി ഇങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ പി ക്യു ആർ അതുപോലെ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു അല്ലേ? ഇത് രണ്ടും ഈക്വലാണ്. ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദർഫോർ പി ക്യു ഈക്വൽ ടു പി ആർ എന്ന് പറയാം. കാരണം എന്താ? അതായത് ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിളാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ആംഗിൾ പി ആർ ക്യുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി ക്യു ആണ് അല്ലേ? അതേപോലെ തന്നെ പി ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി ആർ ആണ്. അത് രണ്ടും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്, പി ക്യു ഈക്വൽ ടു പി ആർ. ബ്രാക്കറ്റിൽ അതിൻ്റെ കാരണം കൂടി എഴുതാം. സൈഡ്സ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾ അല്ലേ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഈക്വൽ. ഈ രണ്ട് ആംഗിളും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് പി ആർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആംഗിൾ പി ആർ ക്യുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പി ക്യു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ദർഫോർ ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ് ഐസോസിലസ് എന്ന് പറയുന്നത്. അപ്പോൾ ദർഫോർ പി ക്യു ആർ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. അതായത് ട്രയാങ്കിൾസ് സിമിലർ ആവാനുള്ള ക്രൈറ്റീരിയ ആണ്. ഈ ക്രൈറ്റീരിയ പറയുന്നത് ഓരോ തിയറത്തിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ നോക്കാം. എ ക്രൈറ്റീരിയ. അതായത് എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആംഗിൾ അല്ലേ? 3 ആംഗിൾസ് ഈക്വൽ ആവണം അല്ലേ? അത് തന്നെയാണ് ആ ക്രൈറ്റീരിയയും. അപ്പോൾ ഇതൊരു തിയറത്തിലും പറയുന്നുണ്ട്. അതായത് 6.3 തിയറം 6.3 പറയുന്നുണ്ട്, ഇഫ് ഇൻ 2 triangles corresponding angles are equal, then their corresponding sides are in the same ratio and hence the 2 triangles are similar. 2 ട്രയാങ്കിൾസ് സിമിലർ ആവണമെങ്കിൽ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം. ആൻഡ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണെങ്കിൽ നമുക്ക് പറയാം 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എ ക്രൈറ്റീരിയ, അതായത് A ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ 2 ട്രയാങ്കിൾ എടുക്കുവാണ്. 2 ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിൾ ഞാൻ ABC. അടുത്ത ട്രയാങ്കിൾ PQR. 2 ട്രയാങ്കിളാണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന ആംഗിള് 60 ഡിഗ്രി ആണ്. ആൻഡ് പി ഓൾസോ 60 ഡിഗ്രി. ദെൻ ബി എന്ന് പറയുന്ന ആംഗിള് 80 ഡിഗ്രി ആണ്. ദെൻ ക്യൂ ഓൾസോ 80 ഡിഗ്രി. ദെൻ സി എന്ന് പറയുന്നത് 40 ഡിഗ്രി. ആർ ഓൾസോ 40 ഡിഗ്രി അല്ലേ? ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആണ് അല്ലേ? 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ എ എന്ന് പറയുന്നത് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ പിനോട് ഈക്വൽ ആണ്. അതായത് ആംഗിൾ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ അല്ലേ? അത് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ദെൻ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി അല്ലേ? അപ്പോൾ 3 ആംഗിൾ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിൻ്റെ റേഷ്യോ കൂടി ഈക്വൽ ആയിരിക്കും. 3 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അത് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എ ക്രൈറ്റീരിയ, A ക്രൈറ്റീരിയ എന്നാണ് പറയണത്.
ട്രിപ്പിൾ എ ക്രൈറ്റീരിയ പറയണത് എന്താ? ഇഫ് ഓൾ ദ കറസ്പോണ്ടിങ് 3 ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ദ ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആവാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഇത് എ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെർഫോർ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്തത് ഇത് ബേസ് ചെയ്ത് തന്നെയുള്ള വേറൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, എ ക്രൈറ്റീരിയ എന്ന് പറയും. എ ക്രൈറ്റീരിയ അത് ഞാൻ സൈഡിൽ എഴുതുവാണേ. എ ക്രൈറ്റീരിയ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2 ആംഗിള് ഈക്വൽ ആയാൽ മതി അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയത് മതി. 2 ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ 2 ട്രയാങ്കിൾ ഏത് തന്നെ എടുക്കാം? നമുക്ക് എ ബി സി തന്നെ എടുക്കാം. ഒരെണ്ണം എ ബി സി, അടുത്തത് പി ക്യു ആർ. നമ്മളിവിടെ എടുത്ത പോലെ തന്നെ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ആംഗിൾ പി ഓൾസോ 60 ഡിഗ്രി, ദെൻ ആംഗിൾ ബി എന്ന് പറയുന്നത് 80 ഡിഗ്രി, ആംഗിൾ ക്യൂ ഓൾസോ 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, ദെൻ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നു. ഈ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ 2 കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിളും എങ്ങനെയാവും? ഈക്വൽ ആയിരിക്കും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് പറയാം ദ തേർഡ് ആംഗിൾ വിൽ ബി ഈക്വൽ. അങ്ങനെ 3 ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് 2 ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം, സിമിലർ ആണെന്ന് എഴുതാം. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ? 3 ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് 3 ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ദ 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. അതുപോലെ തന്നെ 2 കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയാലും എന്താവും? സിമിലർ ആയിട്ട് വരും, ട്രയാങ്കിൾ സിമിലർ ആയിട്ട് വരും. ഓക്കെ, അതാണ് നമ്മൾ ഈ 2 ക്രൈറ്റീരിയയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്രൈറ്റീരിയ ആണ് SSS ക്രൈറ്റീരിയ. നെക്സ്റ്റ് ക്രൈറ്റീരിയ SSS ക്രൈറ്റീരിയ ആണ്. നമുക്ക് നോക്കാം. ഈ ക്രൈറ്റീരിയ തന്നെയാണ് തിയറം 6.4 പറയുന്നത്. തിയറം 6.4 ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇഫ് ഇൻ 2 triangles sides of one triangle are proportional to the sides of other triangle, then their corresponding angles are equal and hence the 2 triangles are similar എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡ്സിനോട് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, നമ്മളിവിടെ സൈഡ് ഈക്വൽ ആണെന്നല്ല പറയണത്. സിമിലാരിറ്റിക്കുള്ള കണ്ടീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാം. പക്ഷേ നമുക്ക് സൈഡ് എങ്ങനെയാണെന്നാ പറയുന്നത്? സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ എന്നാണ് പറയണത്. സെയിം റേഷ്യോയിലാണെങ്കിൽ ദെൻ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പോൾ അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം ആ ക്രൈറ്റീരിയ എന്താണ്. ഓക്കെ, അപ്പം ഞാൻ 2 ട്രയാങ്കിൾ വരയ്ക്കുവാണ്, എ ബി സി. ദെൻ അടുത്തത് പി ക്യു ആർ. ഓക്കെ, ഇതിനകത്ത് എ ബി എന്ന് പറയുന്ന സൈഡിൽ 2 ആണ്, അതുപോലെ തന്നെ പി ക്യു 4, അതുപോലെ തന്നെ ബി സി 3 ആണ്, എ സി എന്ന് പറയുന്നത് 4, ദെൻ ക്യു ആർ 6, പി ആർ 8. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സൈഡ് അല്ലേ. ഈ 3 സൈഡിൻ്റെയും റേഷ്യോ ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് 3 സൈഡിൻ്റെ റേഷ്യോ ഈക്വൽ ആണോ എന്ന് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ എ ബിയുടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ? അടുത്ത ട്രയാങ്കിളിൽ പി ക്യു അല്ലേ. അപ്പോൾ എ ബി ബൈ പി ക്യു ഈക്വൽ ടു 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. റേഷ്യോ എന്ന് പറയുമ്പോൾ അറിയാലോ, സിംപ്ലസ്റ്റ് ഫോമിലാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത്
BC by QR, which is equal to 3 by 6, which is equal to 1 by 2. Then AC by PR, which is equal to 4 by 8, is equal to 1 by 2. അപ്പോൾ 3 കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെയാണ്? സെയിം റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം therefore the two triangles are similar. Triangle ABC is similar to triangle PQR എന്ന് പറയാം അല്ലേ? നമ്മൾ എന്താ ഇപ്പോൾ കണ്ടത്? all the three corresponding sides are in the same ratio. ഈക്വൽ എന്നല്ല പറയണത്, സെയിം റേഷ്യോ. then the two triangles are similar. ഓക്കെ, അപ്പോൾ അതാണ് ഈ തീയതി പറയുന്നത് 6.4 പറയണത്. ഇനി അടുത്ത ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ, SAS ക്രൈറ്റീരിയ. SAS അതാ പേരിൽ തന്നെ ഉണ്ടല്ലേ, സൈഡ് ആംഗിള് സൈഡ് അല്ലേ? സൈഡ്സ് ആംഗിള് സൈഡ്. അപ്പോൾ അത് പറയുന്നത് ആ തിയറം 6.5 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, SAS ക്രൈറ്റീരിയയെ കുറിച്ച്. ഇഫ് വൺ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ is equal to one angle of the other triangle and the side including this angle are proportional, then the two triangles are similar എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ മീനിങ് എന്താണ്. ഞാനിവിടെ 2 ട്രയാങ്കിൾ വരയ്ക്കുവാണ്. ഇത് ABC ഒരു ട്രയാങ്കിള്, ദെൻ അടുത്തത് PQR. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇനി ഈ AB എന്ന് പറയുന്ന സൈഡ് 3 ആയിട്ട് എടുത്തു. ദെൻ അടുത്ത് PQ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സൈഡ് അല്ലേ, അത് 6. ദെൻ BC എന്ന് പറയുന്നത് 5, QR എന്ന് പറയുന്നത് 10. ഇനി ആംഗിൾ B എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ആംഗിൾ Q എന്ന് പറയുന്നത് 70 ഡിഗ്രി, ഓൾസോ 70 ഡിഗ്രി. എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന്. അതായത് 2 സൈഡ് തമ്മിലുള്ള റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AB by PQ. AB by PQ എന്താ? 3 by 6, which is equal to 1 by 2 ആണ്. ഓക്കെ, ദെൻ അടുത്തതോ BC by QR, which is equal to 5 by 10, which is equal to നമുക്ക് 1 by 2. അപ്പോൾ 2 സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി ആംഗിൾ ഇൻക്ലൂഡിങ് ദ സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഇൻക്ലൂഡിങ് ദ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് AB യും BC ആണ്. ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ B ആണ്. അതുപോലെ തന്നെ PQ QR, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ Q ആണ്. ഈ ആംഗിൾ ഇൻക്ലൂഡിങ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദ ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ ആയി. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ SAS ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? SAS ക്രൈറ്റീരിയയുടെ പ്രത്യേകത ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ, സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ. അങ്ങനെ 2 കാര്യങ്ങൾ നോക്കണം. ഇവിടെ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് 1 പെയർ ഓഫ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ മസ്റ്റ് ബി ഈക്വൽസ് അല്ലേ? സൈഡ്സ് ഇൻക്ലൂഡിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആംഗിളാണ് ആംഗിൾ B. അതുപോലെ തന്നെ ഇവിടെ PQയും QR സൈഡ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആംഗിളാണ് Q എന്ന് പറയുന്നത്, ആംഗിൾ Q എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം SAS ക്രൈറ്റീരിയ അനുസരിച്ച് 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. 6.3 ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. 6.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വിച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ഇൻ ഫിഗർ 6.34 ആർ സിമിലർ. റൈറ്റ് ദ സിമിലാരിറ്റി ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ യു ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ റൈറ്റ് ദ പെയർ ഓഫ് സിമിലർ ട്രയാങ്കിൾ ഇൻ ദ സിംബോളിക് ഫോം. പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. 6.3 എക്സസൈസ് 6.3 ആണ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ഇത് സിമിലർ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഏത് ക്രൈറ്റീരിയ ആണെന്ന് എഴുതണം. അതുപോലെ തന്നെ ഓർഡറിൽ കറക്റ്റ് പേര് അതിൻ്റെ ഓർഡറിൽ
എഴുതണം. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ദെൻ PQR എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. 3 ആംഗിൾ, ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾ അതിൻ്റെ മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളായിട്ട് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ പി ആണ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് 2 ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ക്രൈറ്റീരിയ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? എ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് പറയാം 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ബ്രാക്കറ്റിൽ ക്രൈറ്റീരിയ എഴുതി എ അതായത് AAA ക്രൈറ്റീരിയ അനുസരിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പിക്ചർ ABC. AB എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്, AC 3, BC 2.5. ദെൻ അടുത്ത പിക്ചറിൽ PQR. PQ എന്ന് പറയുന്നത് 6, PR എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, QR എന്ന് പറയുന്നത് 4. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ സിമിലർ ആണോ എന്ന് നോക്കണം. സിമിലർ ആണോ എന്ന് നോക്കാനായിട്ട് ഇതിനകത്ത് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. ആംഗിൾ ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഏതാ? സൈഡ് സൈഡ് സൈഡ്, അതായത് SSS ക്രൈറ്റീരിയ ആണ് അല്ലേ. അപ്പോൾ സൈഡ് 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 എന്ന് പറയുമ്പോൾ ആ SS ക്രൈറ്റീരിയയിൽ എന്താ പറയണത്? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്നല്ല, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ AB എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ AB ബൈ PQ എന്ന് പറയുന്നത് 2/6 കിട്ടും അല്ലേ. 2/6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നത്? 1/3 വരും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് AC ബൈ PR എന്ന് പറയുമ്പോൾ നമ്മൾ AC 3 ആണ്, 3/5 എന്ന് പറയുമ്പോൾ അത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 1/2 കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കേണ്ടത് അങ്ങനെയല്ല. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും സൈഡ് അങ്ങനെയല്ല വരേണ്ടത്. പിന്നെ ഏത് രീതിയിൽ എടുത്താലാണ് എനിക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് കിട്ടുന്നതെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ AB എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ ഇരട്ടി വന്നിരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഡബിൾ വന്നിരിക്കുന്നത് QRലല്ലേ അല്ലേ. 4 വന്നിട്ടുണ്ട് അല്ലേ. ദെൻ AC എന്ന് പറയുന്നത് 3 ആണ്, അതിൻ്റെ ഡബിൾ വന്നിരിക്കുന്നത് ഏതാ? PQയിലാണ്. ഓക്കെ, പിന്നെ 2.5ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 5, അത് PRൽ. അപ്പം നമുക്കതൊന്ന് എഴുതി വയ്ക്കാം. AB ബൈ QR. AB ബൈ QR എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ദെൻ അടുത്തതോ ഇനി BC എടുക്കുവാണെങ്കിൽ BC ബൈ ഈ BC എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ വന്നത് ഏതാ? PRലാണ് അല്ലേ. BC ബൈ PR ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 2.5/5 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈ 2.5ൻ്റെ ഡബിൾ അല്ലേ 5 എന്ന് പറയുന്നത്. മുകളിൽ 1, താഴെ ഡിനോമിനേറ്ററിൽ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. ഇനി ഏതാ നമ്മൾ നോക്കാനുള്ളത്? AC ബൈ ഏതാ? PQ വിച്ച് ഈസ് ഈക്വൽ ടു 3/6 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി അല്ലേ. അപ്പം നമ്മൾ പേര് എടുക്കുമ്പോൾ റേഷ്യോ ഈക്വൽ ആണ് രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പേര് എഴുതുമ്പോൾ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കാരണം അതിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല, ഓർഡർ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ, ഇനി നമ്മൾ പേര് കൊടുക്കുമ്പോൾ ABക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ളത് QR ആണ്. അപ്പോൾ ABക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ QR എന്ന് എഴുതി. ഇനി ബാലൻസ് എന്തും കൂടി ഉണ്ട്? QR കഴിഞ്ഞ് ഏതാ? Pയും കൂടി ഉള്ളൂ, അത് എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.
AB by QR, AB by QR equal to 1/2. ഇനി BC by RP, BC by RP എന്ന് പറയുന്നത് നമുക്ക് PR എന്ന് എഴുതാലോ, കുഴപ്പമില്ലല്ലോ. BC by PR which is equal to 1/2. Then അടുത്തത് നോക്കിക്കേ, CA അല്ലെങ്കിൽ AC തിരിച്ചെഴുതാം. AC ഈക്വൽ ടു AC by PQ, ഇത് രണ്ടും PQ which is equal to 1/2 എന്ന് കിട്ടി. അപ്പം 3 കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് കിട്ടി. നമ്മൾ ഏത് ക്രൈറ്റീരിയ എന്ന് എഴുതാം? SSS ക്രൈറ്റീരിയ ആണ് ഇവിടെ യൂസ് ചെയ്തതെന്ന് എഴുതാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രയാങ്കിൾ LMP, അതുപോലെ തന്നെ അടുത്തൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് DEF. അപ്പോൾ ഈ ട്രയാങ്കിളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആംഗിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ക്രൈറ്റീരിയ ഒരെണ്ണം ഉള്ളൂ, SSS അല്ലേ, സൈഡ്. അപ്പോൾ നമുക്ക് നോക്കാം ആ സൈഡ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ, SSS ക്രൈറ്റീരിയ എന്താ പറയണത്? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ അല്ലേ. രണ്ട് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡ്സ്, 3 സൈഡ്സ് സെയിം റേഷ്യോയിലാണെങ്കിലാണ് നമുക്കത് സിമിലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തു LM എന്ന് പറഞ്ഞൊരു സൈഡ് എടുത്തു അല്ലേ. ഈ LM by DE, അതായത് റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ LM by DE എന്ന് എടുത്തു. അപ്പോൾ 2.7/4 കിട്ടി. ഇനി MP by EF, അപ്പോൾ 2/5. ഇതിൻ്റെ റേഷ്യോ അപ്പോൾ നമുക്കറിയാം ഈക്വൽ ആവില്ല. പിന്നെ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. 3യുടെ ഡബിളാണ് ഈ തന്നിരിക്കുന്നത് 6 അല്ലേ. അപ്പോൾ ഈ LP എന്ന് പറയുന്ന സൈഡിൻ്റെ ഡബിളാണ് DF. അതുപോലെ തന്നെ MP എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. അപ്പോൾ 2ൻ്റെ ഡബിളായിട്ട് 4 വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കിക്കേ, 2.7 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 2.7 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിളാണോ വന്നിരിക്കുന്നത് നോക്കിയേ, 2.7 അതിൻ്റെ ഡബിളാണോ 5 2.7ൻ്റെ ഡബിളല്ല, 2.5ൻ്റെ ഡബിളാണ് 5 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ നമുക്കത് സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ മാത്രം നമുക്ക് ആ ഓർഡറിൽ എഴുതിയാൽ മതി കേട്ടോ. LMP നോട്ട് സിമിലർ ടു ട്രയാങ്കിൾ DEF എന്ന് കൊടുക്കാം അല്ലേ. സിമിലർ ആവുന്നത് മാത്രം നമുക്ക് അങ്ങ് എഴുതിയാൽ മതി, ഇത് സിമിലർ അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമിലർ ആണെന്ന് കിട്ടിയില്ല, കാരണം നമ്മൾ റേഷ്യോ എടുത്തപ്പോൾ ഈക്വലായിട്ട് വന്നില്ല. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ട്രയാങ്കിൾ ODC സിമിലർ ടു ട്രയാങ്കിൾ OBA, ആംഗിൾ BOC ഈക്വൽ ടു 125 ഡിഗ്രി ആൻഡ് ആംഗിൾ CDO ഈക്വൽ ടു 70 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ DOC, ആംഗിൾ DCO, ആംഗിൾ OAB. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ODC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ODC എന്ന് പറയുന്നത് നോക്കിക്കേ, പിക്ചറിൽ തന്നിട്ടുണ്ട് ODC. ഈ ട്രയാങ്കിള് OBA എന്ന് പറയുന്ന ട്രയാങ്കിളിനോട് സിമിലർ ആണെന്നാണ് പറഞ്ഞത്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവണമെങ്കിൽ നമ്മൾ കണ്ടീഷൻ പഠിച്ചായിരുന്നു അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ല, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അത് കറസ്പോണ്ടിങ് ആംഗിളും അതിൻ്റെ കൂടെ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആണെങ്കിൽ നമുക്ക് സിമിലർ ആണെന്ന് പറയാം. പിന്നെ നമുക്ക് കുറേ ക്രൈറ്റീരിയ പഠിച്ചു, ആ ക്രൈറ്റീരിയ അനുസരിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്രൈറ്റീരിയ ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ BOC ഈക്വൽ ടു 125 ഡിഗ്രി എന്ന്. ആംഗിൾ BOC നോക്കിക്കേ, ആംഗിൾ BOC ഈ ആംഗിൾ 125 ഡിഗ്രി. ഇനി ആംഗിൾ CDO 70 ഡിഗ്രി. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ DOC കണ്ടുപിടിക്കാനാണ്. ആംഗിൾ DOC ഈക്വൽ ടു നോക്കിക്കേ, ആംഗിൾ DOC ഈ സെൻറ്ററിൽ ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം സിമിലാരിറ്റി ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല.
പക്ഷേ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, BOC എന്ന് പറയുന്നത്, അതേതാ 125 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇത് മൊത്തം എടുക്കുമ്പോൾ ഈ ആംഗിൾ മൊത്തം എത്രയാണ്? 180 ഡിഗ്രിയാണ്. കാരണം എന്താ? ലീനിയർ പെയറാ അല്ലേ? ലീനിയർ പെയറാണ്, സമാന്തര രേഖ എന്ന് പറയും. ലീനിയർ പെയറാണ് ഇത്. മൊത്തം 180 ഡിഗ്രി. ലീനിയർ പെയർ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഇത് മൊത്തം 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രം COD അല്ലെങ്കിൽ DOC എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 180 മൈനസ് 125 ഡിഗ്രി, വേറെ ഒരു മെത്തേഡ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതുവാണ് 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 180ന്ന് 125 പോയാൽ 180 മൈനസ് 125 ഡിഗ്രി. 10ന്ന് 5 പോയാൽ 5, ദെൻ ഇവിടെ 7 മൈനസ് 2 5, 55 ഡിഗ്രി അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ കാരണം എഴുതണം. കാരണം എന്താ? ലീനിയർ പെയർ ആണ്, അതുകൊണ്ടാണ് 180ന്ന് മൈനസ് ചെയ്ത് കേട്ടോ. ലീനിയർ പെയർ ആവുമ്പോൾ എത്രയായിരിക്കും? ഡിഗ്രി ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എനിക്കിത് കണ്ടുപിടിക്കാനായിട്ട് 180ന്ന് ഈ ഒരു ആംഗിൾ 125 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ DCO നോക്കിക്കേ. DCO എന്ന് പറയണത്, ഇവിടെ നമുക്ക് ആംഗിൾ കിട്ടി. ഇത് എത്രയാണെന്ന് പറഞ്ഞത്? 55 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമ്മൾ DCO, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറെ മെത്തേഡ് ഒന്നുമില്ല. ഇത് ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ അളവുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ അതിൻ്റെ പ്രോപ്പർട്ടി എന്താ? ആംഗിൾ സം പ്രോപ്പർട്ടി എന്നാണ് പറയണത് അല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു ട്രയാങ്കിളിൻ്റെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. 70 കിട്ടി നമുക്ക്. 70 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട്. 55 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ആംഗിൾ എത്രയായിരിക്കും എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? 180ൽ നിന്ന് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പം നമുക്ക് എഴുതാം 180 മൈനസ് 70 പ്ലസ് 55 ഡിഗ്രി. കാരണം എന്താ? ബ്രാക്കറ്റിൽ അത് എന്തുകൊണ്ട് എഴുതാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി, ASP, ആംഗിൾ സം പ്രോപ്പർട്ടി എന്താ പറയണത്? ഒരു ട്രയാങ്കിളിൻ്റെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180ൽ നിന്ന് ഞാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നോക്കാം, 70 പ്ലസ് 55 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 125 കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ആംഗിൾ C എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് 180 മൈനസ് 125 ഡിഗ്രി. 125 മൈനസ് ചെയ്ത് എത്ര കിട്ടുന്നത്? ഓൾറെഡി നമ്മൾ ആദ്യമേ മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? 55 ഡിഗ്രി. ഓക്കെ, അപ്പം നമുക്ക് DCOയും കിട്ടി. DCO. ഇനി അടുത്ത് നോക്കാം. അടുത്ത് പറഞ്ഞിട്ടുണ്ട് DCO എന്നുള്ളത് 55 ഡിഗ്രി. അത് ഞാനിവിടെ എഴുതുവാണേ. ഇനി പറഞ്ഞിട്ടുണ്ട് ആംഗിൾ OAB കണ്ടുപിടിക്കണേ. അത് ഞാനിവിടെ എഴുതുവാണ് കേട്ടോ. ആംഗിൾ OAB എന്ന് പറയുന്ന ഏത് ആംഗിൾ? ഇതാണ് അല്ലേ? ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സിമിലാരിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ ODC സിമിലർ ടു OBA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ODC സിമിലർ ടു OBA അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കുക, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ എങ്ങനെയാണ് എടുക്കണം? കറക്റ്റ് പേരനുസരിച്ച് നോക്കിക്കേ. ODC ഈസ് സിമിലർ ടു OBA. ODC സിമിലർ ടു OBA. അതായത് ഈ D ബിനോട് ഈക്വൽ ആയിരിക്കും, കാരണം കറസ്പോണ്ടിങ് ആംഗിളാണ് അല്ലേ? നോക്കിക്കേ, D അല്ലേ സെക്കൻഡ് വന്നിരിക്കുന്ന ആംഗിൾ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും O കഴിഞ്ഞിട്ട് B ആണ് സെക്കൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാ? OAB ആണ് അല്ലേ? OAB. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നോക്കാം, OAB ഈക്വൽ ടു എന്തിനോട്? OCD അല്ലേ? OCD അല്ലെ? DCO എന്ന് വരും.
ഇവിടെ നോക്കി പറഞ്ഞാലും മതി. ട്രയാങ്കിൾ ഒ ഡി സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ഒ ബി എ എന്നാണ്. ആ ഓർഡർ കറക്റ്റ് നോക്കിയാൽ മതി. ഒ ഡി സി ഈസ് സിമിലർ ടു ഒ ബി എ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇനി തിരിച്ച് നമ്മൾ നോക്കുകയാണ്. ഒ സി ഡി നോക്കിക്കേ. ഒ സി ഡി അത് ഇതിനോട് ഈക്വൽ ആയിരിക്കും ഒ എ ബി. കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ട് വന്നതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അത് സിമിലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതണം. വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ഡി അല്ലേ. ആംഗിൾ അല്ലെങ്കിൽ ഡി സി ഒ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഡി സി ഒ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒ സി ഡി എന്ന് എഴുതിയാലും മതി കേട്ടോ. ഒ സി ഡി വിച്ച് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ബ്രാക്കറ്റിൽ കാരണം എന്താ? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട്. ട്രയാങ്കിൾ ഒ ഡി സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ഒ ബി എ. ഓക്കെ, നമുക്ക് സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒ ഡി സി ഈസ് സിമിലർ ടു ഒ ബി സി എന്നല്ലേ. ഒ ഡി സി ഈസ് സിമിലർ ടു ഒ ബി എ. കറസ്പോണ്ടിങ് ഈ ആംഗിളും. പിന്നെ അടുത്തത് വരുമ്പോൾ എന്താ? ഒ സി ഡി എന്ന് വരുമ്പോൾ ഏതാ? 55 ഡിഗ്രി. ഇത് ഏത് ആംഗിളിനോട് കറസ്പോണ്ടിങ് ആയിരിക്കും? എനോട് കറസ്പോണ്ടിങ് ആംഗിളായിട്ട് വരും. ഇത് സിമിലർ ആയതുകൊണ്ട് നമുക്ക് ആ കറസ്പോണ്ടിങ് എഴുതാൻ പറ്റും. സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3-ലെ 3rd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. Diagonals AC and BD of a trapezium ABCD with AB parallel to CD intersect each other at the point O. Using a similarity criteria for two triangles, show that OA by OC equal to OB by OD. നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രപ്പീസിയം ആണ്. ഇതാണ് ആ ട്രപ്പീസിയം. ABCD എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത അറിയാലോ. 1 പെയർ ഓഫ് പാരലൽ ലൈൻസ് ഉണ്ടാവും. അതായത് ഇവിടെ AB പാരലൽ ടു CD ആണ്. ഇതാണ് പാരലൽ ലൈൻസ്. ഓക്കെ, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് O എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂസിങ് എ സിമിലാരിറ്റി, ഒരു സിമിലാരിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഷോ ചെയ്യണം. OA by OC ഈക്വൽ ടു OB by OD. അതായത് സൈഡിൻ്റെ റേഷ്യോയാണ് ഈക്വൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സൈഡ്സിൻ്റെ റേഷ്യോ ഓഫ് ദ സൈഡാണ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ. കാരണം സിമിലർ ആവുമ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആവും. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയാണ് OA by OC ഈക്വൽ ടു OB by OD എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയാണ്. ഇത് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം സിമിലർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ ട്രയാങ്കിൾ പ്രൂഫ് എന്ന് എഴുതുവാണ്. പ്രൂഫ് ടു ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് അടുത്ത ഏതായിരിക്കും? DOC അല്ലെങ്കിൽ COD. ട്രയാങ്കിൾ COD. ഈ രണ്ട് ട്രയാങ്കിളുമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. കാരണം നമുക്ക് ഈ രണ്ട് സൈഡും ആണ് വേണ്ടത്, OAയും OCയും അതുപോലെ തന്നെ OB OD അല്ലേ. അതുകൊണ്ടാണ് ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ OAB എന്ന് പറയുന്ന ആംഗിൾ 1 എന്ന് കൊടുക്കുവാണ്. 1. ഇനി അടുത്തത് ഇത് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. ദെൻ ഇത് ഞാൻ 3 എന്ന് കൊടുത്തു, ഇത് 4 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് ഞാൻ പറയുമോ? കാരണം എന്താ?
രണ്ട് പാരലൽ ലൈൻസ് ആണ് ഈ എ ബിയും ഡി സിയും അല്ലേ. ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് വരച്ച് കാണിക്കാം. എ ബി ഡി സി അല്ലേ, ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ലൈനാണ് ഈ വരച്ചിരിക്കുന്നത് അല്ലേ. ഇതിങ്ങോട്ട് മുട്ടിക്കണേ, ചേർത്ത് കാണിക്കണം. ഓക്കെ, ഇത് രണ്ടും എന്ത് ആംഗിളാണ്? ആംഗിൾ 1ഉം ആംഗിൾ 3യും. ഇത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ്. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ദെൻ ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ, ഏത് ലൈനാണ്? എ ബിയും സി ഡിയും അല്ലെങ്കിൽ ഡി സിയും ഇവിടെ പാരലാണ്. ദെൻ ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നതാണ് ഇത്. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതുവാണ്? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3. കാരണം എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ്, അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുവാണ് AIA, അതായത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആണ്. അതിൻ്റെ കാരണമാണ് സൈഡിൽ എഴുതണം, ബ്രാക്കറ്റിൽ എഴുതണം. അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് എ ബിയും ഡി സിയും പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്, അതും എഴുതണേ. എ ബി പാരലൽ ടു ഡി സി അല്ലെങ്കിൽ സി ഡി. കാരണം രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ പറയാൻ പോവാണ്. ഇവിടെ എടുത്തിരിക്കുന്ന 2, ഇതും ഇവിടെ എടുത്തിരിക്കുന്ന 4ഉം. ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഇതും എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ആയിരിക്കും. ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 4. AIA ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്? പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും. പാരലൽ ലൈനും ഞാൻ എഴുതുന്നുണ്ട്, AB പാരലൽ ടു CD, അത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ, ഈ ആംഗിൾ ഈക്വൽ ആണ് അടുത്ത ട്രയാങ്കിളിനോട് അല്ലേ. അതുപോലെ തന്നെ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ? രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ അനുസരിച്ച്? AA ക്രൈറ്റീരിയ, അതായത് ആംഗിൾ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് പറയാം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ AA ക്രൈറ്റീരിയ ആണ് അല്ലേ, AA ക്രൈറ്റീരിയ. കാരണം രണ്ട് ആംഗിളാണ്, കറസ്പോണ്ടിങ് ആംഗിളാണ് ഈക്വൽ ആയിട്ട് നമുക്ക് വന്നത് അല്ലേ. ഈ ട്രയാങ്കിളിലെ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 ആണ് അടുത്ത ട്രയാങ്കിള്. പിന്നെ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 4 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾ, രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ AA ക്രൈറ്റീരിയ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എഴുതുവാണ്. ഇനി സിമിലർ ആവുമ്പോൾ നമ്മൾ ആ പേര് എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കിൾ AOB എന്ന് എടുത്തു. എന്നിട്ട് ഇത് സിമിലർ ടു, ഇത് ഏതിനോട് സിമിലർ ആണെന്ന് എഴുതുമ്പോൾ ഏത് ട്രയാങ്കിളിനോട് സിമിലർ ആണെന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എയിലാണ് സ്റ്റാർട്ട് ചെയ്തതാണ്, AOB അല്ലേ. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് C ആണ് അല്ലേ. C, പിന്നെ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ലൈൻ നടുക്കത്തെ ഏതാ? O തന്നെയാണ് അല്ലേ. അപ്പോൾ സിയിൽ തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യണേ, C, പിന്നെ O, ഇനി എന്തോ ഉള്ളൂ? D അല്ലേ. COD. നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. സിമിലർ ആണെന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഞാൻ ട്രയാങ്കിൾ AOB എന്ന് കൊടുത്തു. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു. ഈ പേര്, ഇതിൻ്റെ ഓർഡർ തിരിഞ്ഞാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഓർഡർ, ഒരെണ്ണത്തിൻ്റെ ഓർഡർ തിരിഞ്ഞാലും കുഴപ്പമില്ല, അതനുസരിച്ച് നമ്മളിവിടെ എഴുതണം. അപ്പം ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ട്രയാങ്കിൾ AOB എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരുന്നത് ഏതാ? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇവിടെ
3 ആണ് അല്ലേ? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3. അപ്പോൾ സിയിൽ തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. സി, ദെൻ ഒ, ദെൻ അടുത്ത ഏതാ? ബി. ബി അല്ല, ഡി ആട്ടോ. സി ഒ ഡി, സോറി, സി ഒ ഡി. ഓക്കെ, നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് ആ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാം, നമുക്ക് ദെർഫോർ ഒ എ ബൈ ഒ സി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി എന്ന് എഴുതാം. കാരണം എന്താ? അതിന് കാരണം കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ ബൈ ഏത് ക്രൈറ്റീരിയ അനുസരിച്ച്? നമുക്ക് എ ക്രൈറ്റീരിയ അനുസരിച്ചാണ്. അപ്പോൾ ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ എന്ന് കൂടി എഴുതണം കേട്ടോ. ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഒ എ ബൈ ഒ സി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി എന്ന് എഴുതാം. ഓക്കെ, ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഒ എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഒ എ ബൈ, ഇനി ഒ എ ബൈ ഒ സി കണ്ടോ? ഒ എ, ഒ ഫസ്റ്റ് വന്നു, ദെൻ എ. ഒ എ ബൈ ഫ്രണ്ടിലേക്കല്ലേ? ഒ എ ബൈ ഒ സി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി. ഒ ബി തിരിച്ച് ഒ ബി ബൈ ഒ ഡി. അതേ രീതിയിൽ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഒ ബി ബൈ ഒ ഡി എടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. അപ്പം നമ്മൾ അത് വെച്ചിട്ട് എന്ത് എഴുതി? സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് 6.3 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ക്യു ആർ ബൈ ക്യു എസ് ഈക്വൽ ടു ക്യു ടി ബൈ പി ആർ ആൻഡ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഷോ ദാറ്റ് ട്രയാങ്കിൾ പി ക്യു എസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്യു ആർ ബൈ ക്യു എസ് ഈക്വൽ ടു ക്യു ടി ബൈ പി ആർ എന്നും ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ പി ക്യു എസ്. പി ക്യു എസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നോക്കിക്കേ, പി ക്യു എസ് ചെറിയ ട്രയാങ്കിൾ ആണ് അല്ലേ? ഈ ചെറിയ ട്രയാങ്കിളും ഇനി ട്രയാങ്കിൾ ടി ക്യു ആർ ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് ഷോ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് പറയുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുവാണ്. ഗിവൺ ദാറ്റ് ക്യു ആർ ബൈ ക്യു എസ് ഈക്വൽ ടു ക്യു ടി ബൈ പി ആർ ആൻഡ് ഇനി ഒരു കാര്യം കൂടി തന്നിട്ടുണ്ടല്ലോ, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ പി ക്യു എസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് പ്രൂഫായിട്ട് ഫസ്റ്റ് ഇനി ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ നോക്കിക്കേ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്നാണ് അല്ലേ? ഈ ആംഗിൾ 1ഉം 2ഉം ഈക്വൽ ആയിട്ട് വന്ന ആ ട്രയാങ്കിൾ നമുക്കൊന്ന് സെപ്പറേറ്റ് വരച്ച് നോക്കാം. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാത്? പി ക്യു ആർ. ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കുവാണേ. ഇവിടെ വരയ്ക്കാം. പി ക്യു ആർ, പി ക്യു ആർ. എന്തിനാണ് ഞാൻ ഇത് സെപ്പറേറ്റ് വരച്ചത്? ഇവിടെ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുന്നത്, ഈ രണ്ട് ആംഗിളും കൂടി വരുന്ന ട്രയാങ്കിളാണ് പി ക്യു ആർ എന്ന് പറയുന്നത്. ഞാനൊന്ന് സെപ്പറേറ്റ് വരച്ചു, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പി ക്യു ആർ. അപ്പോൾ ഞാൻ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് ഞാനൊന്ന് അടയാളപ്പെടുത്തി. ഇനി നോക്കിക്കേ, ഇതിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്നാണ്. അതായത് ഇത് രണ്ടും ബേസ് ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് വന്നത്. ബേസിലുള്ള ബേസ് ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് വന്നത്. ഇങ്ങനെ ബേസ് ആംഗിൾ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, ബേസ് ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്
ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇഫ് ടു ആംഗിൾസ് ആർ ഓപ്പോസിറ്റ് സൈഡ്, ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതായത് രണ്ട് ആംഗിള് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിള് 1 ഈക്വൽ ടു ആംഗിൾ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ 1ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? PR. ഓക്കെ, ആംഗിൾ 2ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? PQ. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അതെന്ത്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ PQ ഈക്വൽ ടു PR എന്ന് കിട്ടും. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് വരച്ചത്. അപ്പം നമുക്ക് എഴുതാം therefore triangle PQR, therefore വേണ്ട in triangle PQR, ഈ PQRൽ നമുക്ക് ഏതൊക്കെ സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയേ? PQ ഈക്വൽ ടു PR, PQ ഈക്വൽ ടു PR. കാരണം എന്താ? ഐസോസിലസ് ആയതുകൊണ്ടാണ്. അതായത് സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽസ് അല്ലേ? ഈക്വൽ ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം കൂടി ഒന്നുകൂടി എഴുതാം. ഗിവൺ ദാറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? QR ബൈ QS ഈക്വൽ ടു QT ബൈ PR. അത് ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. QR ബൈ QS ഈക്വൽ ടു QT ബൈ PR. ഇവിടെ നമുക്ക് PR ഈക്വൽ ടു PQ എന്ന് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഈ PRന് പകരം PQ എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ PRന് പകരം PQ എന്ന് കൊടുക്കുവാണേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിരിക്കുന്നത് QR ബൈ QS ഈക്വൽ ടു QT ബൈ PQ. അതായത് PRന് ഞാൻ എന്തെന്ന് കൊടുത്തു? PQ എന്ന് കൊടുത്തു. അതായത് ഓൾറെഡി നമ്മൾ PQ ഈക്വൽ ടു PR ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് എബോവ് അല്ലേ? അതായത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പിക്ചറിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് QR ബൈ QS. നമുക്ക് നോക്കാം. QR ബൈ QS ഈക്വൽ ടു QT ബൈ QP അല്ലെങ്കിൽ PQ എന്നാണ് വന്നിരിക്കുന്നത് അതെ. അതായത് ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡും അതുപോലെ തന്നെ പിന്നെ ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? QS ബൈ QR ഈക്വൽ ടു QT ബൈ QP അല്ലെങ്കിൽ PQ അല്ലേ? അപ്പം ഞാൻ ഈ രണ്ട് ട്രയാങ്കിളും ഒന്ന് സെപ്പറേറ്റ് വരയ്ക്കുവാണേ. ആ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും ഞാൻ സെപ്പറേറ്റ് വരയ്ക്കുവാണ്. മനസ്സിലാവാൻ വേണ്ടി കേട്ടോ അങ്ങനെ വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കണമെന്നില്ല. PQS, ഇനി വലിയ ട്രയാങ്കിള് TQR അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് QR ബൈ QS അല്ലേ? QR ബൈ QS ഈ QR ബൈ QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ ചെറിയ ട്രയാങ്കിളിൻ്റെയും റേഷ്യോ ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. QR ബൈ QS എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലേ കറസ്പോണ്ടിങ്? ഈ ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെയും കൂടി കറസ്പോണ്ടിങ് സൈഡ് ഏതാ? ഇതാണ്. QSൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് QR. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിനോട്? QT ബൈ PQ. QT എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളുടെ സൈഡ്, QT ബൈ PQ എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളുടെ സൈഡ്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് സൈഡാണ് അല്ലേ? ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് വരും. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇതിലൂടെ ഈ പിക്ചറിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട്. നമുക്ക് ഈ ആംഗിൾ ഇവിടെ നമ്മൾ ആംഗിൾ 1 എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്.
നോക്കാം. ഈ ചെറിയ ട്രയാങ്കിളിൽ ആംഗിൾ 1 കണ്ടല്ലോ. പി ക്യു എസിൽ ആംഗിൾ 1 കണ്ടു. ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിനും കോമൺ ആയിട്ടല്ലേ വരുന്നത്. അതായത് ഈ ചെറിയ ട്രയാങ്കിളിന് ആംഗിൾ 1 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വലിയ ട്രയാങ്കിളിനും ആംഗിൾ 1 വരുന്നുണ്ട്. അതായത് ഇതിന് രണ്ടിനും കോമൺ ആയിട്ടാണ് ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ അതിനെ എഴുതുവാണ് ഇൻ ട്രയാങ്കിൾ. ഏതൊക്കെ ട്രയാങ്കിളിൽ? ഇൻ ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ടി ക്യു ആർ. ചെറിയ ട്രയാങ്കിളിലും വലിയ ട്രയാങ്കിളിലും ഏത് കോമൺ ആയിട്ട് വരുന്നുണ്ട്? ആംഗിൾ 1 കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആംഗിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ക്യൂ ആണ്. ഇത് നോക്കിക്കേ, ആംഗിൾ 1 ചെറിയ ട്രയാങ്കിളിന് ആംഗിൾ 1 വന്നിട്ട് വലിയ ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഏതാണ് വന്നത്? ആംഗിൾ 1. അപ്പോൾ ആംഗിൾ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ആംഗിൾ ക്യൂ എന്നാണ്. അപ്പോൾ ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ക്യൂ ബ്രാക്കറ്റിൽ കോമൺ. ഇനി ഈ കണ്ടീഷൻ ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. ക്യു ആർ ബൈ ക്യു എസ് ഈക്വൽ ടു ക്യു ടി ബൈ പി ക്യു. ഇനി ഈ രണ്ട് കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് സൈഡ്സ് ഒരിക്കലും ഈക്വൽ എന്ന് പറയരുത്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഈക്വൽ ആയിട്ട് വന്നിട്ടിരിക്കുന്നത് അല്ലേ. ഇതാണ് രണ്ടും കറസ്പോണ്ടിങ് സൈഡ്സ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഇത് പി ക്യൂവിൻ്റെ ടി ക്യൂവും അതുപോലെ തന്നെ ക്യു എസിൻ്റെ ക്യു ആറും ആയിട്ട് വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. കാരണം ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ച്? SAS, സൈഡ് ആംഗിൾ സൈഡ് അല്ലേ. അപ്പം നമുക്ക് എഴുതാം therefore by SAS similarity criteria ട്രയാങ്കിൾ TQR. നമുക്ക് ആ പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യനിലേക്ക് തന്നെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ട്രയാങ്കിൾ TQR സിമിലർ ടു ട്രയാങ്കിൾ PQS. കാരണം സിമിലാരിറ്റി, ഈ SAS സിമിലാരിറ്റിയുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണം, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സൈഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിള് മസ്റ്റ് ബി ഈക്വൽ. അപ്പം നമ്മൾ ഏത് ക്രൈറ്റീരിയ എന്ന് മനസ്സിലാവണം? SAS ക്രൈറ്റീരിയ. അതുകൊണ്ട് രണ്ട് ട്രയാങ്കിള് സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പ്രോബ്ലം 5th വൺ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. S and T are points on the side PR and QR of triangle PQR such that angle P equal to angle RTS. Show that triangle RPQ similar to triangle RTS. നമുക്കിവിടെ പിക്ചറൊന്നും തന്നിട്ടില്ല, അത് നമ്മൾ തന്നെ വരയ്ക്കണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. S and T are points on the side PR and QR of ട്രയാങ്കിൾ PQR. അപ്പോൾ ഒരു ട്രയാങ്കിൾ വേണം അല്ലേ. ട്രയാങ്കിൾ എങ്ങനെയായിരിക്കണം? പേര് PQR എന്നായിരിക്കണം അല്ലേ. PQR അല്ലേ. PQR. ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. PQR എന്നുള്ള ട്രയാങ്കിൾ വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്ന ഓക്കെ, S and T are the points on the side PR and QR. ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡ് ഉണ്ട് അല്ലേ. PR QR അല്ലേ. അപ്പോൾ ഇവർ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. PRും QRൻ്റെ സൈഡിലെ പോയിൻറ്റ്സ് ആണ് എസും ടിയും. എസ് എന്ന് പറയുന്ന PR എന്ന് പറയുന്ന സൈഡിലെ പോയിൻറ്റ്. PR എന്ന് പറയുന്ന സൈഡ് നോക്കിക്കേ, ഇവിടെയാണ്. ഇവിടുത്തെ പോയിൻ്റ് ആണ് S. ഓക്കെ, ദെൻ
അടുത്തത് ടി എന്ന് പറയുന്നത് ക്യു ആറിലെ പോയിൻ്റാണ് ടി. ഓക്കെ, ഇനി സച്ച് ദാറ്റ് ആംഗിൾ പി ഈക്വൽ ടു, ആംഗിൾ പി എന്ന് പറയുന്നത് ഇതാണ്, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. അപ്പം നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിക്കാം, കാരണം ആംഗിൾ വരണമല്ലോ. ആർ ടി എസ്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ആർ പി ക്യു, അതായത് ഈ ബിഗ്ഗർ ട്രയാങ്കിൾ is similar to triangle RTS. അതായത് ഇത് സ്മോളർ ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ബിഗ്ഗർ ട്രയാങ്കിൾ സിമിലർ ആണ് ഈ ചെറിയ ട്രയാങ്കിൾ, ഈ സ്മോളർ ട്രയാങ്കിളിനോടെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന കാര്യം എഴുതാം. തന്നിരിക്കുന്ന എന്താ, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. പ്രൂഫ് എഴുതുവാണ്. given that ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. ഓക്കെ, തന്നിരിക്കുന്ന കാര്യം ഞാൻ എഴുതിയതാണ്. ഇനി എനിക്ക് ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിമിലാരിറ്റി അനുസരിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം, സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച്. കാരണം നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് രണ്ട് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. നമുക്ക് ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് പറയണം. ഈ ഒരു ബിഗ്ഗർ ട്രയാങ്കിൾ എടുത്തേ, ഇതിനകത്ത് ആംഗിൾ പി എന്ന് പറയുന്നതും ഈ സ്മോളർ ട്രയാങ്കിളിലെ ആംഗിൾ ആർ ടി എസ് എന്ന് പറഞ്ഞതുമാണ് ഇവിടെ ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഈ രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ബിഗ്ഗർ ട്രയാങ്കിളിലും സ്മോളർ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ഈ ആർ എന്ന് പറയണേ ആംഗിൾ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നില്ലേ. ബിഗ്ഗർ ട്രയാങ്കിളിലും വന്നിട്ടുണ്ട്, സ്മോളർ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ആർ, ബ്രാക്കറ്റിൽ എന്താ കോമൺ എന്ന് എഴുതിയാൽ മതി അല്ലേ. കോമൺ ടു ബോത്ത് ട്രയാങ്കിൾ അല്ലേ. ബിഗ്ഗർ ട്രയാങ്കിളിനും സ്മോളർ ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആംഗിൾ ഏതാ, ആംഗിൾ ആർ ആണ് അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടി. കറസ്പോണ്ടിങ് ടു ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് സിമിലാരിറ്റി ക്രൈറ്റീരിയ, ഏത് സിമിലാരിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ, രണ്ട് ആംഗിളിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് പറയാം ടു ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് അല്ലേ. therefore by similarity criteria triangle RPQ is similar to triangle RTS. okay, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് സിമ്പിളാണ്, ജസ്റ്റ് ആ പിക്ചർ നമ്മൾ വരച്ചാൽ മാത്രം മതി. പിക്ചർ കറക്റ്റായിട്ട് വരച്ചാൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ് എന്ന് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആംഗിൾ കൂടി ഈക്വൽ ആയിട്ട് കാണിച്ചാൽ മതി. അതായത് ബിഗ്ഗർ ട്രയാങ്കിളിനും സ്മോളർ ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പോൾ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ അനുസരിച്ച്, സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 6th പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഫിഗർ 6.37 ഈ ട്രയാങ്കിൾ എ ബി congruent to triangle ACD, show that triangle AD is similar to triangle ABC. നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ. ഫിഗർ 6.37 ആണ്, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എ ബി കോൺഗ്രൻറ്റ് ടു എ സി ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ABE ഇതാണ് ആ ട്രയാങ്കിൾ, എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ.
ഇത് കോൺഗ്രുവൻറ്റ് ടു എ സി ഡി. എ സി ഡി ഈ ട്രയാങ്കിളിനോട് കോൺഗ്രുവൻ്റ് ആണെന്നാണ് പറഞ്ഞത്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ 3 corresponding angle will be equal and corresponding 3 corresponding sides will be equal അല്ലേ. 3 corresponding sides ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 3 corresponding ആംഗിൾസും ഈക്വൽ ആയിരിക്കും ആ രണ്ട് ട്രയാങ്കിളിനെ. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിളാണ്? എ ബിയും എ സി ഡിയും. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആണെന്നല്ല, കോൺഗ്രുവൻ്റ് ആണെന്നാണ് ഈ കണ്ടീഷൻ. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് എഴുതാം. നമുക്ക് ഷോ ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ഡി ഇ. എ ഡി ഇ എന്ന് പറയുന്നത് ഈ സ്മോളർ ട്രയാങ്കിള് അല്ലേ. എ ബി സി ബിഗർ ട്രയാങ്കിൾ. ഇത് രണ്ടും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എ ഡി ഇ സിമിലർ ടു എ ബി സി ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യം എഴുതാം. ഇൻ ട്രയാങ്കിൾ ഏതൊക്കെ ട്രയാങ്കിളാണ്? ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യം എഴുതാം. എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ എ സി ഡി. രണ്ട് ട്രയാങ്കിൾ ഞാൻ എടുക്കുവാണ്. ഇൻ ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് എ സി ഡി. ഇത് രണ്ട് കോൺഗ്രുവൻ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനത് എഴുതുവാണേ. ട്രയാങ്കിൾ എ ബി ഇ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ എ സി ഡി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താ, കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഈക്വൽ ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. എ ബി ഈക്വൽ ടു എ സി. കാരണം എന്താ, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഇതിനെ നമ്മൾ സി പി സി ടി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് കുറേ പ്രൂവ് ചെയ്യാനൊക്കെ. സി പി സി ടി എന്ന് പറഞ്ഞ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. അതിനാണ് സി പി സി ടി എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ആണ് അല്ലേ. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു. ഇനി അതുപോലെ തന്നെ എ ഇ ഈക്വൽ ടു, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ, ദെൻ ലാസ്റ്റ് ലെറ്റർ എ ഇ ഈക്വൽ ടു കറസ്പോണ്ടിങ് സൈഡ് ഏതാണ്, എ ഡി അല്ലേ. എ ഇ ഈക്വൽ ടു എ ഡി എന്ന് കൊടുത്തു. അതും എന്താണ്, കാരണം എന്താ, സി പി സി ടി ആണ്, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ എയിനെ ഒന്ന് മാറ്റി എ ഡി ഈക്വൽ ടു എ എന്ന് കൊടുക്കുവാണേ. എ ഡി ഈക്വൽ ടു എ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കാരണം എ ഈക്വൽ ടു എ ഡി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു എ ആണ്. അത് കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ട രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ്. അപ്പോൾ സിമിലർ ആണെങ്കിൽ നമുക്ക് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ വരണം. അപ്പോൾ റേഷ്യോ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് തിരിച്ചെഴുതിയത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി 1 ഡിവൈഡഡ് ബൈ 2, ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ഇക്വേഷനും എടുത്ത് എഴുതിയിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ സി ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ എ ഡി ഈക്വൽ ടു എ ഇ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ആ ഫിഗറിലേക്ക് നോക്കാം. ഫിഗർ കയ്യിലുണ്ടല്ലോ. എ ബി ബൈ എ ഡി അല്ല, എ ബി ബൈ എ ഡി എന്ന് എടുക്കുമ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് വരും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ നമ്പർ 2 which implies AB by AD ഈക്വൽ ടു AC ബൈ AE അല്ല, ഇങ്ങനെ കിട്ടൂലേ. ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കാം. എ ബി ബൈ എ ഡി. എ ബി എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ സൈഡാണ് അല്ലേ. ബൈ എ ഡി എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്. അതുപോലെ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു എ സി ബൈ എ ഇ. എ സി എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്.
ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് അല്ലേ. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടി? ഇതിൻ്റെ റേഷ്യോ, അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയത്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി നമുക്കൊരു ആംഗിളും കൂടി ഈക്വൽ ആവണം. അതായത് കറസ്പോണ്ടിങ് സൈഡ്സ്, രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോക്ക്, രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒരു ആംഗിളും കൂടി ഈക്വൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമിലാരിറ്റി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്ത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അതായത് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ ബി ഈക്വൽ ടു എ സി ആണ്, അതുപോലെ തന്നെ എ ഇ ഈക്വൽ ടു എ ഡി ഈക്വൽ ടു എ ഇ ആണ്, എ ഡി ഈക്വൽ ടു എ ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും സ്മോളർ ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന ബിഗ്ഗർ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു ആംഗിൾ വന്നിട്ട്, ഏത് ആംഗിൾ? ആംഗിൾ എ അല്ലേ. അപ്പം നമുക്ക് അത് എഴുതാം, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ. കാരണം എന്താ? കോമൺ എന്ന് എഴുതിയാൽ മതി, കോമൺ ടു ബോത്ത് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളിന് കോമൺ ആയിട്ടാണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിമിലർ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ ആയിരിക്കണം കേട്ടോ. എ ഡി ഇക്കും എ ബി സിക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്നതല്ലേ അല്ലേ. രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളാണ് ഈക്വൽ ആയിട്ട് കിട്ടിയത് അല്ലേ. സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ. ഏത് ക്രൈറ്റീരിയ? SAS ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? ട്രയാങ്കിൾ എ ഡി സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാലോ. ബൈ SAS similarity criteria triangle ADE equal to അല്ല similar to triangle ABC. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിളാണ്, ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. എ ബി ബൈ എ ഡി ഈക്വൽ ടു എ സി ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു. പിന്നെ അതിനകത്ത് രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ, ഈ സൈഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. രണ്ട് ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ അല്ലേ. രണ്ട് ട്രയാങ്കിളും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ എന്ന് പറയുന്ന സിമിലാരിറ്റി ഏതാ? SAS സിമിലാരിറ്റിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ബൈ SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC. ഓക്കെ, ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്.